വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞുമകളെ പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും നരകിപ്പിച്ചാണ് ആ പ്രതികൾ കൊന്നുകളഞ്ഞത്. കേരള മനസാക്ഷിയെ നടുക്കിയ കേസിലാണെന്ന് വിധി വന്നതും. 6 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ 1-ാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും 2-ാം പ്രതിയും രണ്ടാനമ്മയുമായ ദേവിക അന്തർജനം എന്നറിയപ്പെടുന്ന റംല ബീഗത്തിനും ജീവപര്യന്തമാണ് ഹൈക്കോടതി വിധിച്ചത്. ഇരുവർക്കുമെതിരെ ഹൈക്കോടതി കൊലക്കുറ്റം ചുമത്തിയിരുന്നു. 2 ലക്ഷം രൂപ വീതം ഇരുവരും കെട്ടിവെക്കണമെന്നും വിധിയിലുണ്ട്. ഇല്ലാത്ത പക്ഷം 6 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ കേസിൽ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധിച്ചത് തെളിവുകളെല്ലാം കൃത്യമായി പരിശോധിച്ചാണ്. ഇതോടെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളുകയാണ് ഹൈക്കോടതി. ഇന്ന് ഹൈക്കോടതിയിൽ 2 പ്രതികളും ഹാജരായിരുന്നു. അവർക്ക് കൂടി പറയാനുള്ളത് കേട്ട ശേഷമാണ് വിധി പ്രസ്താവിച്ചതും. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. വിചാരണ കോടതി പ്രതികളെ യഥാക്രമം 3ഉം 2ഉം വർഷം കഠിന തടവിനായിരുന്നു ശിക്ഷിച്ചത്. എന്നാൽ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോഴുണ്ടായത്. അപൂർവങ്ങളിൽ അത്യപൂർവമാണ് കേസെന്നും 2 പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നാൽ ക്രൂരമായ കൊലയാണ് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ നടത്തിയതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിചാരണ കോടതിയിൽ തെളിഞ്ഞ വകുപ്പുകളിലെ ശിക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. കൊലക്കുറ്റമായി തന്നെ ഇതിനെ കാണണമെന്ന നിലപാടെടുത്തായിരുന്നു ശിക്ഷാവിധി. വിചാരണ കോടതിയുടെ ശിക്ഷയിൽ നിന്ന് ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്യപൂർവമായ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ. ഇവിടെ പ്രോസിക്യൂഷനായി TV നീമയാണ് ഹാജരായത്. പാലക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് താനെന്നും അപസ്മാര രോഗിയാണെന്നും കോടതിയെ 1-ാം പ്രതിയായ പിതാവ് അറിയിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു 2-ാം പ്രതിയുടെ നിലപാട്. ഈ 2 വാദവും കേട്ട ശേഷമാണ് ഹൈക്കോടതി വിധി പറഞ്ഞതും. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളായിരുന്നു അതിഥി എസ് നമ്പൂതിരിയും, അതായത് മരണപ്പെട്ട ഈ 6 വയസ്സുകാരിയും, അതുപോലെ 10 വയസ്സുകാരനായ സഹോദരനും. ആദ്യ ഭാര്യ റോഡപകടത്തിൽ മരിച്ചിരുന്നു. തുടർന്നാണ് 2011-ൽ റംല ബീഗത്തെ വിവാഹം കഴിച്ചത്. പിന്നീട് അവർ ദേവിക അന്തർജനമെന്ന പേര് മാറ്റുകയും ചെയ്തു. കുട്ടികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ, അതായത് ഈ 2 കുട്ടികളെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 2 കുട്ടികൾക്കും ഭക്ഷണമടക്കം ഇവർ നിഷേധിച്ചു. കുട്ടികളെ അടിക്കുന്നതും തൊഴിക്കുന്നതുമൊക്കെ ഒരു പതിവായി മാറ്റി. കഠിനമായ ജോലിയും ഇവരെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അതിഥിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം ഒഴിക്കുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് 2013 ഏപ്രിൽ 29-ന് ആ പെൺകുട്ടി ഇഞ്ചിഞ്ചായി മരിച്ചത്. പെൺകുട്ടിയുടെ 10 വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷിമൊഴി ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ കൊലപാതക കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്കില്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമായിരുന്നു ഉണ്ടായതെന്നുമുള്ള വിചാരണ കോടതിയുടെ വിലയിരുത്തൽ തെറ്റാണെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. മെഡിക്കൽ തെളിവുകൾ വിചാരണ കോടതി കണക്കിലെടുത്തില്ല. പ്രതിഭാഗത്തിന്റെ വാദത്തിനാണ് വിചാരണ കോടതി മുൻതൂക്കം നൽകിയത്. പ്രതികൾക്ക് പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നു. തെളിവുകൾ വിലയിരുത്തിയതിലും വിചാരണ കോടതിക്ക് വീഴ്ച പറ്റി. ആയുധം ഉപയോഗിച്ചും അല്ലാതെയും പരിക്കേൽപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കണ്ടെത്തിയത്. ബാലനീതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റവും ചുമത്തി. ഇതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വിചാരണ കോടതി കുറയ്ക്കുകയായിരുന്നു. വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവച്ചാൽ നീതിയുടെ നിഷേധമാകുമെന്നും ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ചുഴലി കാരണമാണ് കുട്ടി മരിച്ചതെന്ന പ്രതികളുടെ വാദവും ഹൈക്കോടതി തള്ളി. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ BEM UP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മരണപ്പെട്ട അതിഥി എസ് നമ്പൂതിരി. മർദ്ദനമേറ്റ് അവശയായി മരിക്കുകയായിരുന്നു കുട്ടി. അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചും കൊന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. വിധി വരും മുൻപ് പ്രതികൾ പല സമയങ്ങളിലായി 11 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ശിക്ഷിക്കപ്പെട്ട വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് വിചാരണ കോടതി വിധി വന്നപ്പോൾ തന്നെ വിലയിരുത്തലും എത്തിയിരുന്നു. മർദ്ദനമാണ് മരണത്തിന് കാരണമായതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി മുൻപ് നിരീക്ഷിച്ചിരുന്നു. ഇന്നലെ ഹൈക്കോടതി പ്രതികളായിട്ടുള്ള സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദേവിക അന്തർജനം എന്നിവർക്ക് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തതും. രാമനാട്ടുകര വെച്ച് KSRTC ബസ്സിൽ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു അറസ്റ്റ്. ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. എന്തായാലും ഒരു 6 വയസ്സ് മാത്രമുള്ള കുഞ്ഞുമകളെ, അവളെ ചേർത്ത് പിടിക്കേണ്ട കരങ്ങൾ തന്നെയാണ് ഇവിടെ അവളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയതും. കണ്ണിൽ ചോരയില്ലാത്ത സ്വബോധത്തോടെ നടത്തിയ ആ കൊടും കുറ്റത്തിൽ പിതാവും രണ്ടാനമ്മയും ഒരേപോലെ കുറ്റക്കാരെന്ന് കോടതി വിധി വന്നിരിക്കുന്നു. വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ തെളിവുകളും സാക്ഷിമൊഴികളുമെല്ലാം അടിസ്ഥാനമാക്കിയാണ്
ഓരോ വിധിയും ഉണ്ടാവുകയെന്നത് നമുക്കറിവുള്ള കാര്യമാണെങ്കിലും ഈ ശിക്ഷ പോരായിരുന്നു ആ പ്രതികൾക്കെന്ന വാദമാണ് ഭൂരിഭാഗം മലയാളികളുടെ മനസ്സിലെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.